ഹായ്, ഗുഡ് മോർണിംഗ്. ഇത് നമ്മൾ സ്കോട്ട്ലൻഡിലെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ രാവിലെ 8 മണിക്ക് എഴുന്നേറ്റ് ചായയും ഉപ്പാവൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. 7 മണിക്ക് എഴുന്നേറ്റു. നമ്മൾ പണികളൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും 8 മണിയായി. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചായ ഉണ്ടാക്കി കുടിക്കുകയാണ്. അതെ, ചായ സെറ്റാണ്. ഇനി നമ്മൾ ഉപ്പാവ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇതുണ്ടാക്കിയിട്ട് വേണം നമ്മളിന്ന് കാസിൽ കാണാൻ പോവാണ്. എഡിൻബറോ കാസിൽ കാണാൻ വേണ്ടി പോവാണ്. ജെറി, ഞങ്ങൾ 4 പേര് എഴുന്നേറ്റുള്ളൂ. അഞ്ജന, ജെറി, ഞാൻ, നിഷ, ബാക്കി എല്ലാവരും കിടന്ന് തുടങ്ങുവാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഈ പരിപാടിയൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡിൻ്റെ കാസിലിൻ്റെയും എഡിൻബറോ ടൗണിൻ്റെയൊക്കെ കാഴ്ചകളായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോയ്ക്ക് സ്വാഗതം. വെൽക്കം ടു അവർ ചാനൽ, അവർ ട്രിപ്സ് ആൻഡ് ഡയറീസ്. രാവിലെ എഴുന്നേറ്റിട്ട് മടി പിടിച്ചെടുക്കുന്ന ലേഡീസ്, ലേറ്റായിട്ട് എണിച്ചെന്ന ഗ്രീനും രാവിലെ എഴുന്നേറ്റിട്ട് നടക്കാൻ പോയി, കടലിൽ പോകുന്നു, കക്ക വരുന്നു, വല എറിയുന്നു, മീൻ പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പെണ്ണുങ്ങളാണ് ഇരിക്കുന്നത്. വിപിനെ എഴുന്നേറ്റ് വന്ന് ജെറി ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചിന് ഫുഡ് കൊടുക്കല്. ഗ്രീന് അന്നേനെ എഴുന്നേറ്റ് വന്ന് അന്നേനെ റെഡിയാക്കാൻ നോക്കുന്നുണ്ട്. അവൾക്ക് ഒരു താല്പര്യമില്ലാണ്ട് അവിടെ കിടക്കുന്നുണ്ട്. സുന്ദർമണി പോയടാ, കണ്ണു തുറക്കപ്പെട്ടിട്ടില്ല. അവൾക്കുള്ള കുറുക്ക്, ഞങ്ങളുടെ ഉപ്പുമാവ്. അപ്പോഴും അഞ്ജന അവിടെ തന്നെ. ശരിക്കും ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്ററാണ്. എല്ലാ പ്ലാനിങ്ങും ഇവിടുന്നാണ്. ഗ്രീനുവിൻ്റെ കട്ട്. രാവിലെ നമ്മുടെ മുമ്പിൽ കടല്, ഡബിൾ ഡെക്കർ ബസ് വന്ന് കയറുന്നു. ചുറ്റും നമ്മുടെ പോലെ തന്നെയുള്ള ഓരോ ട്രാവലേഴ്സ് താമസിക്കുന്ന സ്ഥലം. നമ്മളും എഴുന്നേറ്റ് അകത്തിങ്ങനെ ഓരോരോ പരിപാടികളായിട്ട് The upmava turned up really, really well. Very soft and fluffy. Like Amma's upmava. Noku guys. ഇതിന് സെക്കൻഡിലാണ് കൂലി കേട്ടാ. ഇത്രയൊക്കെ പറയണെങ്കില് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. ചില ആൾക്കാർക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ. നമ്മളങ്ങനെ കാസിൽ കാണാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ട് എല്ലാവരും ഫോട്ടോ സെഷനിലാണ്. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സെറ്റായിട്ട് എഡിൻബറോ ടൗൺ സെൻറ്ററിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഒരു അരമണിക്കൂറുള്ളൂ. എന്താ പോവാന്നല്ലേ? ഞാനായിട്ട് അതുകൊണ്ട് ഇവിടെ ലേറ്റായ പോലെ. എല്ലാവരും വണ്ടി കയറി. ഇന്ന് ഡ്രൈവർ ജെറിയാണ്, ബിബിൻ കോ ഡ്രൈവർ, അഞ്ജനയും ഗ്രീനും സെൻറ്ററിൽ, ഞങ്ങൾ ഏറ്റവും പുറയില്. എടുക്കാം. നമ്മളങ്ങനെ കാസിലിൻ്റെ അടുത്തുള്ള പാർക്കിങ്ങിലെത്തി. ഇവിടെ നിന്ന് പാർക്കിങ്ങിൽ നിന്ന് കാസിലിൻ്റെ ഒരു വ്യൂ ആണ് കാണുന്നത്. ഇത് എഡിൻബറോ ടൗൺ സെൻറ്ററിലാണ് സംഭവം ഇരിക്കുന്നത്. അവിടെ ഉള്ളൊരു ചെറിയൊരു കുന്ന്, അതിൻ്റെ മേലെ മനോഹരമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു കാസിൽ. നമുക്ക് കാസിലിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോവാം. നമ്മളങ്ങനെ കാസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർക്ക് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട് കാസിലേക്ക് പോകാൻ. കയറി ഒരു ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്, ചുറ്റും സീറ്റിംഗ് ഉള്ള. കാസിലേക്ക് വരുന്ന ആളുകളുടെ തിരക്കാണ് ഈ കാണുന്നത്. നമ്മളങ്ങനെ കാസിലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഈ സ്റ്റെപ്പ് കയറി വേണം മേളിലോട്ട് പോയിട്ട് കാസിൽ കാണാനായിട്ട്. കാസിലിനോട് ചേർന്നിരിക്കുന്ന ഒരു സ്ട്രീറ്റാണ്.
ഈ സ്ട്രീറ്റ് കാണാൻ നോക്കി എന്തൊരു ഭംഗിയാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ. നമ്മൾ ടിക്കറ്റ് പ്രീ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. പ്രീ ബുക്ക് ചെയ്തിട്ടേ വരാമുള്ളൂ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ടിക്കറ്റ് പിന്നത്തേക്ക് ടിക്കറ്റ് അവൈലബിൾ അല്ല. നമ്മൾ പ്രീ ബുക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് കാസിൽ കാണാൻ പറ്റുന്നത്. നമ്മളങ്ങനെ കാസിലിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാസിലുകളൊക്കെ പോലെ ഉണ്ട്. ഇവിടെ ഒരു കിടങ്ങുണ്ട്. നമ്മൾ അകത്തേക്ക് കയറപ്പെട്ടു. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ചെറിയ ചാറ്റൽ മഴ. ഞങ്ങളെല്ലാവരും ജാക്കറ്റുകളും കുടകളൊക്കെ എടുത്ത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. സ്കോട്ട്ലൻഡ് നമുക്ക് അങ്ങനെയാണ്, ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ ഒരു കാലാവസ്ഥ. എപ്പോൾ വേണമെങ്കിലും അത് ചേഞ്ച് ആവാം. എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. കാസിലിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്കോട്ട്ലൻഡ് റോയൽ എംബ്ലം. നമ്മുടെ കാസിലേക്ക് കയറാനുള്ള ഒരു എൻട്രൻസ്. കാസിലിൻ്റെ അകത്തേക്കുള്ള വഴികളാണ് ഈ കാണുന്നത്. നല്ല കരിങ്കല്ല് വിരിച്ചിരിക്കുന്ന വഴികൾ, നല്ല രസം. കാസിലിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ പിരികുകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആളുകൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അവിടെ നിന്നിട്ട് ഉള്ള എഡിൻബ്രോ ടൗണിൻ്റെ ഒരു വ്യൂ കാണാം. കാസിലിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നോക്കുമ്പോൾ എഡിൻബ്രോ ടൗൺ സെൻ്ററാണ് ഈ കാണുന്നത്. ഗൺ ഫയർ ഒക്കെ ചെയ്യുന്നൊരു സംഭവമാണ് തോന്നുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ കടല് കണ്ടോ? കാസിലിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു പള്ളിയാണത്. കാസിലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഗാർഡൻ ഉണ്ട്. നല്ല രസമുണ്ടോ ഈ ഗാർഡൻ കാണാൻ? കാരണം കുറേ കല്ലുകളാണ്. ആ കല്ലുകളുടെ ഇടയിൽ പല കളറിലുള്ള പൂക്കളോട് കൂടിയ കുറേ ചെടികൾ. ഇതൊരു വാർ മെമ്മോറിയൽ ഗാർഡനാണ്. ആളുകളെല്ലാം വന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. വിസ്കി ടേസ്റ്റിംഗ്. ഇവിടേക്ക് പോകണമെങ്കിൽ നമുക്ക് വിസ്കി ടേസ്റ്റ് ചെയ്ത് കൊടുക്കാം, മേടിക്കുകയും ചെയ്യാം. ഒരു വിസ്കി ബോട്ടിലാണിത്. എന്നാടാ? ഇല്ല, എനിക്ക് വേണ്ടടാ. നീ മേടിച്ചോ? ഷോർട്ട് ബ്രെഡ് മേടിച്ചോ? ഈ വിസ്കി ടേസ്റ്റിങ്ങിൻ്റെ അവിടെ കുറേ ഷോർട്ട് ബ്രെഡൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായി ഈ എഡിൻബ്രോയിലെ ഷോർട്ട് ബ്രെഡിനൊക്കെ. പിന്നെ നല്ല മനോഹരമായ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറേ കുപ്പികളൊക്കെ ഉണ്ട്. വിസ്കി ടേസ്റ്റിങ്ങിന് കയറിയതാണ്. എടാ, നീ ടേസ്റ്റ് ചെയ്ത് നോക്കിയോ? ആ, ഈ കടയിൽ നിന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. മേടിക്കണം നിർബന്ധമൊന്നുമില്ല. ജെറി എത്ര അടിച്ചു? ആണോ? ഷോർട്ട് ബ്രെഡ് എങ്ങനെയുണ്ട്? ഇനിയുണ്ട് അതിനകത്ത്? തീർന്നോ? പറഞ്ഞു തന്നെ. അയ്യോ, അത്രേ ഉള്ളൂ ഇനി? വേറെ ഉണ്ടോ? ഷോർട്ട് ബ്രെഡ്. കാസിലിനകത്തുള്ളൊരു ചാപ്പലാണിത്. ചാപ്പലിനകത്തേക്ക് വരാനുള്ള ആളുടെ ക്യൂ ആണ് ഈ കാണുന്നത്. ടൗണിലൂടെ പോകുന്നൊരു ട്രാം സർവീസ്. ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. നമുക്കിനി ഈ ക്യൂവിൽ നിന്നിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട്.
പീരങ്കികളുടെ അവിടെ നിന്ന് ഒരു കിളിവാതിൽ ഇതിൻ്റെ ഉള്ളിലൂടെ നോക്കിയിട്ടാണ് ശത്രുക്കൾ അതിൽ വന്നിട്ട് ഈ ക്യാസിൽ നിന്ന് ഇവർ അറഞ്ചം പുറഞ്ചം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എവിടെ നോക്കിയാലും പീരങ്കികളാണ്. നമ്മൾ ആ ക്യൂ നിന്ന് കയറി അവിടെ ഒരു കിരീടവും വലിയൊരു വാളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി. അതിനകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ അത് സമ്മതിക്കത്തില്ല. അത്യാവശ്യം കാണാനുണ്ട് കേട്ടോ. കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാവുന്ന ഒരു സംഭവമാണ് അതിനകത്തുള്ളത്. അടുത്തത് ഇതൊരു വാർ മെമ്മോറിയലാണ്. ഇത് കാണാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. തോക്കുകളുടെ കമനീയമായ ശേഖരം, വാളുകളാണ് ഫുള്ള് വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ, ഫുള്ള് വാളിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ പടച്ചട്ടകൾ ഓരോ ടൈമില് ഇങ്ങനെ മാറി മാറി വരുന്ന പടച്ചട്ടകളായിരിക്കും. വെള്ളിരിക്കണത് കുന്താണ്. കുറേ പ്രിസൺ, അതുപോലെ തന്നെ മ്യൂസിയം, വാർ മെമ്മോറിയൽ മ്യൂസിയം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതിനകത്ത്. നമ്മളതെല്ലാം കയറി കണ്ടു. ചെറുതായിട്ട് മഴയുണ്ട്. നമ്മളിനി ഇവിടുന്ന് പിന്നെ ക്യാസലിനോട് വിട പറയുകയാണ്. ടൗൺ സെൻറ്ററൊക്കെ കാണണമെന്നുണ്ട്. കാലാവസ്ഥ എങ്ങനെയാണ് നോക്കുക. അപ്പോൾ തൽക്കാലം ഞങ്ങൾ ഈ ക്യാസലിൻ്റെ അടുത്തുനിന്ന് പോവുകയാണ്. ക്യാസലിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ സമയം 3 മണി. ക്യാസൽ നന്നായിട്ട് കാണാനായിട്ട് കുറച്ച് അധികം സമയം എടുക്കും. റീബുക്ക് ചെയ്യുക, അധികം സമയമുണ്ട് അവിടെ കാണാനായിട്ട്. അതിനുശേഷം നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു ഇന്ത്യൻ അറബിക് അടിപൊളി റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ നമ്മളവിടെ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് ചിക്കൻ 65, ഇത് ബീഫ് ഡ്രൈ ഫ്രൈ സ്റ്റാർട്ടറാണ്. നാടൻ ഊണ് വന്നു. സ്കോട്ട്ലൻഡിൽ വന്നിട്ട് നാടൻ ഊണുണ്ടെന്ന് ലേനിഷ. ചട്ടിച്ചോറ്, ഗ്രീനിന് ചട്ടിച്ചോറ്, പാൽപത്തിരി, അത് ചെറിയ കാന്താരി അൽഫാം മന്തി. ഇടിയപ്പം ബീഫ്, പാൽ പൊറോട്ട, അടിപൊളി. ഡെസേർട്ടായിട്ട് കുൽഫി. ഞങ്ങളുടെ ഒഴിഞ്ഞ ടേബിള് എല്ലാവരും കുൽഫി കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കാർട്ടൺ ഹില്ല് കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി കാർട്ടൺ ഹില്ലിലുള്ള വ്യൂ, അവിടുത്തെ കാഴ്ചകൾ അത് നമുക്ക് നോക്കാം. കാർട്ടൺ ഹില്ലിനെ ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ടൂറിസ്റ്റ് വണ്ടികൾ, സിറ്റി ടൂറുകൾ നടത്തുന്ന ബസ്സുകളെല്ലാം കിടക്കുന്നുണ്ട്. ഈ എഡിൻബ്രോ ബസ് ടൂർ എന്ന് പറഞ്ഞാൽ കണ്ട വണ്ടിയുണ്ട്, നല്ല രസമുണ്ട്. ഫ്രണ്ടിൽ ബിഗ് ബസ് കിടക്കുന്നുണ്ട്. ഇതാണ് കാർട്ടൺ ഹില്ലിലേക്ക് കയറാനുള്ള വഴി. കുറേ സ്റ്റെപ്പുകൾ ഇങ്ങനെ. ഇതെല്ലാം നമുക്ക് നടന്നു നോക്കാം. അപ്പോൾ ഇതാണ് കാൾട്ടൺ ഹില്ലിലേക്കുള്ള വഴി. ഞങ്ങളെല്ലാവരും ഹില്ല് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്റ്റീപ്പായ കയറ്റാണ്. നടന്ന് നമ്മൾ കാർട്ടൺ ഹില്ലിൻ്റെ ടോപ്പിലെത്തി. കാർട്ടൺ ഹില്ലിന് മുകളിൽ നിന്നിട്ട് കാണുന്ന എഡിൻബ്രോ സിറ്റി സെൻറ്റർ. ഇതാണ് എഡിൻബ്രോ നഗരത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന കാർട്ടൺ ഹിൽ. ചരിത്രവും പ്രകൃതി സൗന്ദര്യവും ഒരുമിച്ച് ചേർന്ന ശരിക്കും അത്ഭുതം നിറഞ്ഞൊരു സ്ഥലം. ഈ മലയുടെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ എഡിൻബ്രോ നഗരത്തിൻ്റെ മുഴുവൻ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. അത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അതാണ് ഇവിടെ നിന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. പൂർത്തിയാകാത്ത ഒരു ചരിത്ര നിർമ്മിതിയാണ് ഇതെങ്കിൽ കൂടി ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോട്ട്ലൻഡിൻ്റെ ഒരു അഭിമാനം തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു അടയാളം സ്കോട്ട്ലൻഡിൻ്റെ ധൈര്യത്തിൻ്റെയും വിജയത്തിൻ്റെയൊക്കെ അടയാളമായിട്ടാണ് അവർ കണക്കാക്കുന്നത്.
ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ കടലൊക്കെ കാണാൻ പറ്റും. സൺസെറ്റിൻ്റെ സമയത്ത് ഇത് ഭയങ്കര മനോഹരമായിരിക്കും കേട്ടോ ഇവിടെ നിന്ന് കാണാനായിട്ട്. ഇത് കണ്ടോ, ഇതെൻ്റെ ഒരു ചെറിയ മോഡലാണ്. ഇതാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് അതിൻ്റെ വലുതായിട്ട് എൻ്റെ അപ്പുറത്ത് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അത് പൂർത്തീകരിക്കാൻ പറ്റാണ്ട് പോയത്. കാൾട്ടൺ ഹിൽ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ടൗൺ സെൻറ്ററിലേക്ക് ഇറങ്ങി. ഈ സ്കോട്ട്ലൻഡിൻ്റെ എഡിൻബറോ സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഇതേപോലെ കരിങ്കല്ല് കൊണ്ടുള്ള ബിൽഡിങ്ങുകളാണ്. പുരാതനമായിട്ടുള്ള ഈ ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോഴും അതും സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഭംഗി, ഇന്നാണെങ്കിൽ ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ട് ഈ കല്ലുകളൊക്കെ നനഞ്ഞിട്ട് നല്ല ഭംഗിയാട്ടോ ഈ സിറ്റി സെൻറ്റർ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട്. റോയൽ മൈലിൽ ഞാൻ സെർച്ച് ചെയ്തു, ഗൂഗിളിൽ സെർച്ച് ചെയ്തു. Historic street that forms the main thoroughfare of the old town. മെയിൻ പണ്ടത്തെ മെയിൻ വഴിയായിരുന്നു ഓൾഡ് ടൗണിന്റെ. ഇത് റോയൽ മൈൽ എന്ന് പറയുന്നത് രണ്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മെയിൻ വാക്കാണ്. എഡിൻബറോ കാസിലും പിന്നെ വരുന്നു പിന്നെ എന്താ പാലസ് ഓഫ് ഹോളിവുഡ് ഹൗസ് അറ്റ് ദ ബോട്ടം. അതുണ്ടോ അങ്ങനെയുള്ള ആ റോഡിന് പറയുന്ന പേരാണ് റോയൽ മൈലോ? റോയൽ മൈൽ. റോയൽ മൈൽ മൈൽ മിക്കവാറും ഒരു മൈലായിരിക്കും, ഒരു മൈലേക്ക് ഇരിക്കാനുള്ളൂ അല്ലേ? ആ റോയൽ മൈലിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഐക്കോണിക് സ്ട്രീറ്റ് അറ്റ് ദ ഹാർട്ട് ഓഫ് ദ എഡിൻബറോ ഓൾഡ് ടൗൺ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. എന്നൊക്കെ ഇൻഫർമേഷൻ കിട്ടിയല്ലേ? ചില്ലറ പുള്ളിയാണോ? ഇപ്പൊ കല്യാണം കഴിഞ്ഞവരൊന്നല്ല കേട്ടോ. ആ കൊച്ചിനെ അവരൊക്കെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് രണ്ടുപേരും അതെ ഇപ്പഴാ ഫ്രീഡം കിട്ടിയത്. ഞങ്ങൾ കുറേ നേരം ടൗൺ സെൻറ്ററിലൂടെ നടന്നു. അതിന് മുമ്പ് എഡിൻബറോ കാസിലൊക്കെ കണ്ടു. ഇന്നത്തെ മുഴുവൻ ഞങ്ങളുടെ മുഴുവൻ ആക്ടിവിറ്റീസും എഡിൻബറോ ടൗണിൽ തന്നെയായിരുന്നു. കാസിലും ആ സിറ്റി സെൻറ്ററും ഒക്കെ ആയിരുന്നു. നല്ല മനോഹരമായിട്ടൊരു സിറ്റിയാണിത്. ബിൽഡിങ്ങുകൾ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ബിൽഡിങ്ങുകൾ കൊണ്ട് നിറഞ്ഞ ഒരു സിറ്റിയാണിത്. അപ്പോൾ ആ സിറ്റിയിലെ കാഴ്ചകളെല്ലാം കണ്ടു. ഇപ്പോൾ ഞങ്ങളൊരു ടീ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. അതിനുശേഷം തിരിച്ച് നമ്മുടെ സ്റ്റേയിലേക്ക് പോകും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.